നമസ്കാരം. തമിഴക വെട്രി കഴകം അധ്യക്ഷനും തമിഴ് സിനിമാ രംഗത്തെ പ്രമുഖ നടനുമായ വിജയ് ഭാര്യ സംഗീത ഫയൽ ചെയ്ത വിവാഹമോചന ഹർജിയെക്കുറിച്ച് ആദ്യമായി പരസ്യമായി പ്രതികരിച്ചു. തന്റെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ താൻ നേരിടുമെന്നും ജനങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നും അദ്ദേഹം അനുയായികളോട് പറഞ്ഞു. TVKയുടെ വനിതാ ദിനാഘോഷത്തിൽ സംസാരിക്കവെയാണ് തമിഴ് സിനിമാ ലോകത്തെയും രാഷ്ട്രീയ വൃത്തങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ച ഈ വിഷയത്തിൽ വിജയ് നിലപാട് വ്യക്തമാക്കിയത്. നിറഞ്ഞ കയ്യടികൾക്കിടെയായിരുന്നു വിജയുടെ വാക്കുകൾ. ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ഉയർന്നിട്ടുണ്ടല്ലോ, അത് ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ അതോർത്ത് വിഷമിക്കരുത്. നിങ്ങൾ വിഷമിച്ചാൽ എനിക്ക് മുറിവേൽക്കും. ഞാനും നിങ്ങളും ചേർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങളുടെ ഹൃദയം വേദനിക്കാൻ വേണ്ടി മാത്രം ഇക്കാര്യത്തിന് പ്രാധാന്യമില്ല എന്നാണ് വിജയ് പറഞ്ഞത്. ഈ വാക്കുകൾ സദസ്സിലുണ്ടായിരുന്ന സ്ത്രീകളിൽ നിന്നും വലിയ തോതിലുള്ള കയ്യടിക്ക് ഇടയാക്കി. തന്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കാൾ ജനങ്ങളുടെ വിഷയങ്ങൾ താൻ മുൻഗണന നൽകുന്നതെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് തന്റെ രാഷ്ട്രീയപരമായ പ്രതിബദ്ധതയും ജനങ്ങളോടുള്ള സമീപനവും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. വിജയ് സംഗീത ബന്ധത്തിലെ വിള്ളലുകളെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തമിഴ് സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും സജീവ ചർച്ചാ വിഷയമായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 27-നാണ് സംഗീത സ്വർണലിംഗം വിജയ്ക്ക് വിവാഹമോചനം ആവശ്യപ്പെട്ട് അയച്ച നോട്ടീസ് പുറത്തുവന്നത്. ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിയിലാണ് ഈ ഹർജി ഫയൽ ചെയ്തത്. വിവാദ വാർത്തകൾ പുറത്തുവന്നെങ്കിലും വിജയ് ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ വനിതാ ദിനാഘോഷത്തിലെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നിർണായക പ്രാധാന്യമാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും നൽകുന്നത്. സംഗീതയുടെ ഹർജിയിലെ ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. വിജയ്ക്ക് മറ്റൊരു നടിയുമായി അവിഹിത ബന്ധമുണ്ടെന്നും ഇത് 2021 ഏപ്രിൽ മാസം മുതൽ തുടരുന്നുണ്ട് എന്നുമാണ് ഹർജിയിലെ പ്രധാന ആരോപണം. ഈ ബന്ധം സംഗീതയെ കടുത്ത മാനസിക വിഷമത്തിലാക്കിയതായും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ബന്ധം അവസാനിപ്പിക്കാമെന്ന് വിജയ് വാക്ക് നൽകിയിരുന്നെങ്കിലും അദ്ദേഹം അത് പാലിക്കാൻ തയ്യാറായില്ല എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. പ്രചരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് നടി തൃഷയുമായാണ് വിജയ്ക്ക് ബന്ധമുള്ളതെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഈ അഭ്യൂഹങ്ങൾക്കിടെ ഇരുവരും ഒരുമിച്ച് ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതും ഈ വാർത്തകൾക്ക് കൂടുതൽ ശക്തി പകർന്നിരുന്നു. മുൻപ് പലതവണ ഈ വിഷയത്തിൽ ഊഹാപോഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി ഒരു ഹർജി ഫയൽ ചെയ്യപ്പെടുകയും അതിന്മേൽ വിജയ് പരസ്യമായി പ്രതികരിക്കുകയും ചെയ്യുന്നത് ഇത് ആദ്യമായാണ്. അതേസമയം തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടനും രാഷ്ട്രീയ നേതാവുമായ വിജയുടെ തമിഴക വെട്രി കഴകം പാർട്ടി വൻ ജനപ്രിയ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രകടന പത്രിക പുറത്തിറക്കി. പാർട്ടി അധികാരത്തിലെത്തിയാൽ വിദ്യാഭ്യാസം, കുടുംബക്ഷേമം, വനിതാ ശാക്തീകരണം എന്നീ മേഖലകളിൽ ഊന്നൽ നൽകുമെന്ന് വിജയ് പ്രഖ്യാപിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും സുരക്ഷയ്ക്കാണ് മുഖ്യ പരിഗണനയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി സർക്കാർ തലത്തിൽ പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും അതിന്റെ നേരിട്ടുള്ള മേൽനോട്ടം തനിക്കുണ്ടായിരിക്കുമെന്നും വിജയ് വ്യക്തമാക്കി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. 60 വയസ്സിൽ താഴെയുള്ള കുടുംബനാഥന്മാരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ സഹായധനം നൽകും. എന്നാൽ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ജോലികളിൽ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല എന്ന നിബന്ധനയുണ്ട്. സാധാരണക്കാരുടെ ഭാരം കുറയ്ക്കുന്ന ലക്ഷ്യത്തോടെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം 6 പാചകവാതക സിലിണ്ടറുകൾ സൗജന്യമായി നൽകുമെന്നും TVK വാഗ്ദാനം ചെയ്യുന്നു. സാമൂഹ്യക്ഷേമ രംഗത്തും ശ്രദ്ധേയമായ പ്രഖ്യാപനമുണ്ട്. വിവാഹിതരാകുന്ന യുവതികൾക്ക് 8 ഗ്രാം സ്വർണവും ഒരു സാരിയും നൽകും. ഇത് സഹോദരന്റെ പങ്കാളിത്തം എന്ന നിലയിലാണ് നൽകുന്നതെന്നും അവരുടെ ആഘോഷങ്ങളിൽ താങ്ങും തണലുമാകുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും വിജയ് പറഞ്ഞു.